വണ്ടാഴി പഞ്ചായത്തിൽ തദ്ദേശ വോട്ടെടുപ്പ് ദിവസം UDF സ്ഥാനാർത്ഥി സജിനി ബിബിനെയും അമ്മയെയും 11 മാസം പ്രായമുള്ള കുട്ടിയെയും വീടുകയറി ആക്രമിച്ച കേസിൽ പ്രതികളെ പിടികൂടാത്തതിനെതിരെ ആത്മഹത്യാ ഭീഷണിയുമായി കുടുംബം. ഭാഗം പറഞ്ഞു കൊടുത്തതാണ്. ഭാഗം ഒന്നേ രണ്ട് ഭാഗമില്ല. ആ ഭാഗത്തായി ഒരാൾ വന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞു കൊടുത്താണ്. നീ നിന്റെ ഭാര്യ ഇവിടെ നിൽക്കോളൂ, ഇവിടെ നിൽക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. സ്ഥാനാർത്ഥിക്ക് നിൽക്കാൻ പറ്റില്ല, അതിന് കൂടെയുള്ളവർക്കും പെർമിഷൻ എടുത്തവർക്കും നിൽക്കാൻ പറ്റില്ല. കുട്ടി പച്ച മക്കളുണ്ട് എന്ന് പോലും നോക്കാണ്ടാണ് എന്റെ മകനെ ആക്രമിച്ചിട്ട് പോയിരിക്കുന്നത്. അതിന് ഒരു നടപടിയും ഈ പോലീസുകാർ ഇത്ര നേരം വരെ കൊടുത്തിട്ടില്ല. പോലീസുകാർ ഇതിനുള്ള നടപടി എടുത്തിട്ടില്ല പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് തീരുമാനിച്ചു. ഞങ്ങൾ പറഞ്ഞപ്പോ പോലീസുകാർ ഇവിടെ പോണില്ല. എന്താ നിങ്ങൾ അവരിന് പോയി പിടിക്കാൻ പോകാത്ത പറഞ്ഞപ്പോ ആ പറഞ്ഞാളിനെ അറസ്റ്റ് ചെയ്യും പറഞ്ഞു. എന്നിട്ട് അയാളിനെ പിടിച്ച് കോടതി പിടിച്ച് ഉന്തി. അയാൾക്കും അത് ഭീഷണിയാണ്. ഇറങ്ങണ്ട, വെളിയിൽ ഇറങ്ങണ്ട മനുഷ്യൻ. വെളിയിൽ ഇറങ്ങിയതിനെ കൊഞ്ഞു മറിച്ചു. 11 മാസമായ മകനാണല്ലേ. 2 വയസ്സായ കുട്ടി പേടിച്ച് കിരിപറിച്ച് ഓടി മാറി. ഉറങ്ങിയിട്ടില്ല എന്റെ മക്കൾ 4 ദിവസം പേടിച്ചിട്ട്. പ്രതികൾ ഇപ്പോഴും വധഭീഷണി മുഴക്കുകയാണെന്നും പോലീസ് ഇവരെ പിടികൂടുകയോ ഇവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുമാണ് പരാതി. ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിൽ മാർച്ച് ഉൾപ്പെടെ നടത്തുമെന്ന് UDF നേതൃത്വം പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം CPM-ന്റെ ആ വാർഡിൽ മത്സരിച്ച ഞങ്ങളുടെ UDF സ്ഥാനാർത്ഥി ചെറിയ വോട്ടിന് പരാജയപ്പെട്ടു. ജനാധിപത്യപരമായിട്ട് മത്സരിച്ച ആ കാൻഡിഡേറ്റിന്റെ വീട്ടിൽ കയറി കാലത്ത് 11 മണിക്ക് ഇത്തരത്തിലൊരു അക്രമം അഴിച്ചുവിട്ടവരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെന്ന് മാത്രമല്ല, ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തവരും ആക്രമിച്ചവരും CPM-ന്റെ നേതൃത്വത്തിൽ LDF-ന്റെ നേതൃത്വത്തിൽ മുടപ്പിലൂടെ പ്രകടനം നടത്തുമ്പോൾ ആഹ്ലാദ പ്രകടനത്തിൽ ഇവർ വാർഡിലൂടെ പോകുന്ന സമയത്ത് അവർ പങ്കെടുക്കുന്ന ആ പ്രകടനത്തിൽ പങ്കെടുത്തിട്ട് പോലും പോലീസ് അവരെ അറസ്റ്റ് ചെയ്തില്ല. അത് തീർച്ചയായും CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ഭരണത്തിൽ അധികാരത്തിലുള്ളവരുടെ ഹുങ്ക് കൊണ്ടാണ് ഈ പോലീസ് ഇത്തരത്തിലുള്ള നിയമ നടപടിയെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ള പോലീസിനെ പണിയെടുത്തില്ലെങ്കിൽ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകരെ, ഞങ്ങളുടെ കൂടെയുള്ളവരെ സംരക്ഷിക്കുന്ന പ്രവർത്തനമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. തീർച്ചയായും പോലീസ് CPM-ന്റെ അല്ലെങ്കിൽ CPM അധികാരത്തിലുള്ളവരുടെ വാക്കുകളുടെ പ്രവർത്തിച്ചാൽ അവരുടെ നാളുകൾ എണ്ണപ്പെട്ടു. ഇനി വരും 5-6 മാസമേ ഉള്ളൂ CPM-ന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ LDF-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം. അത് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു ഭരണ സംവിധാനം വരും, UDF-ന്റെ ഒരു ഭരണ സംവിധാനം വരും. ഇന്ന് ഈ CPM-നെ ഓശാന പാടുന്ന ഉദ്യോഗസ്ഥന്മാരൊന്ന് ഓർക്കണം. ഞങ്ങൾ ഇപ്പോൾ ഈ ചെയ്യുന്നതിനെല്ലാം എണ്ണി കണക്ക് ചോദിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും. ഉടനെ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ മങ്ങണ്ടം പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിട്ട് മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ പങ്കെടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ളവരെ ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് പോലീസിനെതിരെയും CPM-ന്റെ ഈ മറ്റേ അക്രമരാജ്യത്തിനെതിരെ ശക്തമായ പക്ഷവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നുള്ളതാണ് ഈ സന്ദർഭം പറയാനുള്ളത്. KPCC അംഗം പാളയം പ്രദീപ് ഉൾപ്പെടെയുള്ളവരാണ് പത്രസമ്മേളനം നടത്തിയത്. CPM പ്രവർത്തകരായ കിഴക്കുമുറി സ്വദേശികളായ രോഹിത്, സുബിൻ, നിയാസ് എന്നിവർക്കെതിരെയാണ് മംഗലം ഡാം പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഫോട്ടോ ഉണ്ട്, 4 പേര് വീട്ടിൽ തന്നെ ഫോട്ടോ ഉണ്ട്. അമ്മയ്ക്ക് ഒരാളുടെ പേരറിയില്ല. അപ്പോൾ നമുക്കാണ് പേര് അറിയുന്നത്. അതായത് നമുക്ക് പിന്നെ അന്വേഷിച്ച് ഫോട്ടോ കൊടുത്ത് അവരുടെ പേര് നമ്മൾ അന്വേഷിച്ചാണ് കണ്ടെത്തിയത്. അവരുടെ പേര് രഞ്ജിത്ത് എന്നാണ്. 1ാമത് സുബിൻ, 2ാമത് രോഹിത്, 3ാമത് നിയാസ്, 4ാമത് രഞ്ജിത്ത്. അമ്മനെ വരെ തല്ലിയിട്ട് ഉണ്ടായിട്ട് ഇതുവരെ എനിക്ക് മൊത്തം UTV ന്യൂസ്, പാലക്കാട്.